ഹായ്, ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ വിജയ് ചലച്ചിത്രം ജനനായകൻ ചലച്ചിത്രം ഇപ്പോൾ C5 OTTയിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ആ ചലച്ചിത്രത്തിന്റെ കഥാസംഗ്രഹം ഒന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു ഗ്രാമത്തിൽ നിന്നുമാണ്. അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ആ ഗ്രാമത്തിലുള്ള ആളുകളൊന്നും വോട്ട് ചെയ്യാൻ വരുന്നില്ല. ഇതറിഞ്ഞ് നാരായണൻ എന്ന പോലീസുകാരനും അയാളുടെ ടീമും ഗ്രാമത്തിലെത്തി അവിടെയുള്ളവരോടൊക്കെ വോട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. ഗ്രാമത്തിലുള്ളവർ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പേടിയാണെന്നും കഴിഞ്ഞ വർഷം ഗുണ്ടകളുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഇലക്ഷൻ വോട്ട് ചെയ്തവരുടെ കൈയൊക്കെ അവർ വെട്ടിയെടുത്തു എന്ന ദാരുണമായ സംഭവവും അവർ വിശദീകരിച്ചു. ഒരു ദിവസം വോട്ട് ചെയ്ത് വർഷം മുഴുവൻ പേടിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഭയവും ജനാധിപത്യത്തിലുള്ള വിശ്വാസമില്ലായ്മയും ഒക്കെ കേട്ട നാരായണൻ നാട്ടുകാരുടെ പേടി മാറ്റി ധൈര്യത്തോടെ വോട്ട് ചെയ്യാൻ വേണ്ടി ദളപതിയുടെ കഥ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ തുടങ്ങി. വർഷം 2013. അന്ന് മധുരൈ ജയിലിലായിരുന്നു നാരായണൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം മധുരൈ ജയിലിൽ ഒരുമിച്ച് 20 റൗഡികൾ എത്തി. പുതിയതായി ചാർജ് എടുത്ത ജയിലർ ശ്രീകാന്ത് ആകട്ടെ വീട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ റൗഡികൾ കട്ട് മെഷീൻ ഇട്ടോളാൻ നാരായണനോട് പറഞ്ഞു. ഓപ്പോസിഷൻ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്ന ലോകനാഥൻ എന്നൊരു ബിസിനസ്സുകാരനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ആ ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാളെ കൊല്ലാനായിരുന്നു റൗഡികൾ ജയിലിലെത്തിയത്. കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ പോലീസ് ഫോഴ്സുമായി അവിടേക്ക് പുറപ്പെട്ടു. ലോകനാഥനെ കൊല്ലാൻ വേണ്ടി ജയിലിന്റെ ഉള്ളിൽ കയറിയ ഗുണ്ടകൾ അയാളെ ഓടിച്ച് C ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ശ്രീകാന്ത് ഭയന്ന് നാരായണനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നാരായണൻ C ബ്ലോക്കിലേക്കാണ് അവർ പോയിരിക്കുന്നതെന്നും ഒന്നും പേടിക്കണ്ടെന്നും പറഞ്ഞു. പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കൊലക്കേസ് പ്രതിയായ ദളപതി ഉണ്ടായിരുന്നത് അതേ സെയിലിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ദളപതി വെട്രിക്കൊണ്ടൻ. കൊലക്കേസ് പ്രതിയായ ദളപതി ആ ഗുണ്ടകളെല്ലാം അടിച്ചു തോൽപ്പിച്ചു. ലോകനാഥനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതേസമയം ദളപതിയെ കൊല്ലാൻ വേണ്ടി ആ ജയിലിലുണ്ടായിരുന്ന ചില കുറ്റവാളികളും അവിടേക്കെത്തി. അവരെയെല്ലാം ദളപതിയുടെ കൂടെയുണ്ടായിരുന്ന കുറെ ജയിൽവാസികൾ അടിച്ചു തോൽപ്പിച്ചു. ദളപതി ജയിലിൽ വന്ന ശേഷം 20 തവണ അവനെ കൊല്ലാൻ വേണ്ടി അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ജയിലിന്റെ ഉള്ളിലും പുറത്തും അവനെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ ആളുകളുമുണ്ട്. അതുകൊണ്ട് ആർക്കും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദളപതി ഗുണ്ടകളെയൊക്കെ അടിച്ചിട്ടു. ഇത് കണ്ടാണ് അങ്ങോട്ടേക്ക് മകൾ വിജയുമായി ശ്രീകാന്ത് എത്തുന്നത്. വളരെ പെട്ടെന്ന് ശ്രീകാന്തുമായി കമ്പനിയാവാനും ശ്രീകാന്തിന്റെ മകൾ വിജയുമായി അടുത്തൊരു സൗഹൃദം രൂപപ്പെടുത്താനും ദളപതിക്ക് സാധിച്ചു. ദളപതിയുടെ കേസ് ഫയൽ വായിച്ച ശ്രീകാന്തിന് അവൻ ജയിലിലാവാൻ കാരണം ദളപതിയുടെ അമ്മ തന്നെയാണെന്ന് മനസ്സിലായി. മലമുകളിലെ ഒരു കാട്ടിലാണ് അവന്റെ അമ്മയുടെ താമസം. ന്യൂനപക്ഷ വിഭാഗമാണ്. അവന്റെ അമ്മ കുറെ നാളായി മരണക്കിടക്കയിലായിരുന്നു. മകനെ കാണാതെ അവർ മരണത്തിന് കീഴടങ്ങില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. 50 പ്രാവശ്യമെങ്കിലും ദളപതിക്ക് അവന്റെ കൂടെയുള്ളവർ ബെയിൽ ആപ്ലിക്കേഷൻ വെച്ചിരുന്നു. എന്നിട്ടും അവന് നേരത്തെ ഉണ്ടായിരുന്ന ജയിലർ ബെയിൽ കൊടുത്തിരുന്നില്ല. ഇതറിഞ്ഞ ശ്രീകാന്ത് ദളപതിയെയും കൂട്ടിക്കൊണ്ട് അവന്റെ അമ്മയെ കാണാൻ കാട്ടിലെത്തി. അവനെ കണ്ട സന്തോഷത്തോടെ അധികം വൈകാതെ അവന്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷമാണ് ദളപതി ജയിലിലേക്ക് തിരികെ പോകുന്നത്. അമ്മ മരണപ്പെട്ടതിന്റെ വിഷമം വലിയ തോതിൽ ദളപതിക്കുണ്ടായിരുന്നു. വിജി അത് ശ്രദ്ധിച്ചു. അവന്റെ വിഷമം കണ്ട വിജി സംസാരമധ്യേ താനിനി ദളപതിയുടെ അമ്മയായിക്കൊള്ളാം എന്നും അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അത് ദളപതിയുടെ ഹൃദയത്തിൽ തൊട്ടിരുന്നു. വിജയുടെ അമ്മയ്ക്ക് ഒരു ആർമി ഓഫീസർ ആകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ശ്രീകാന്തുമായുള്ള വിവാഹം അവളുടെ വീട്ടുകാരെ സമ്മതിക്കാതെ വന്നപ്പോ അവൾ തന്റെ ആഗ്രഹവും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. അമ്മയുടെ ആഗ്രഹം വിജി നടത്തിക്കൊടുക്കാം എന്നവൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഒരു കലാപത്തിൽ വിജയുടെ അമ്മ മരിക്കുകയും ആ മരിച്ചത് വിജിയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ വിജിക്ക് ഭയങ്കരമായി പേടി വരികയും ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പ്രശ്നം കാരണം, ഈ ഒരു ട്രോമ കാരണം അവൾക്കിനി ഒരിക്കലും ആർമി ഓഫീസറാകാൻ പറ്റില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഇതറിഞ്ഞ ദളപതി അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവൾക്കൊരു പ്രതിമ ഉണ്ടാക്കിക്കൊടുത്ത് നീ ഇനി ഒരിക്കലും പേടിച്ചോടാൻ പാടില്ല എന്നും ആരുടെ മുമ്പിലായാലും ധൈര്യമായി നിൽക്കണമെന്നും അവളോട് പറഞ്ഞു. അതേസമയം ആഫ്രിക്കയിലെ സോസ്നിയ എന്ന രാജ്യത്ത് അവിടെയുള്ള ആളുകളെ കൊന്നതിന് ഹിംലർ എന്നൊരാളെ പിടിച്ചുകൊണ്ട് ജയിലിലേക്ക് പോവുകയായിരുന്നു. ജോൺ ഹിംലർ ഒരു ആയുധ കച്ചവടക്കാരനും വലിയ കുറ്റവാളിയുമാണ്. അയാളെ അടുത്ത ദിവസം രാവിലെ പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് തൂക്കിക്കൊല്ലാനാണ് തീരുമാനം. പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം തന്നെ സ്വാസ്നിയയുടെ ഭരണകൂടം താഴെ വീണു. പ്രസിഡന്റിനെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലും വാർത്ത വന്നു. അതുകണ്ട് ജയിലറിനെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. ഹിംലറിന്റെ ആളുകൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ ജയിലിലേക്ക് വരുന്നുണ്ട് എന്ന് ജയിലർ ഊഹിച്ചു. അപ്പോൾ തന്നെ അയാൾ ജയിലിലുള്ള ബാക്കി കുറ്റവാളികളെല്ലാം തുറന്നു
തുറന്നുവിട്ട് ആരാണോ ഹിംലറിനെ കൊല്ലുന്നത് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. ഹിംലർ ആകട്ടെ തന്നെ കൊല്ലാൻ വന്ന ഓരോ കുറ്റവാളികളെയും കൊന്നൊടുക്കി. അപ്പോഴേക്കും ഹിംലറിന്റെ ആളുകൾ അവിടെ എത്തിയിരുന്നു. അവർ ബാക്കിയുള്ള കുറ്റവാളികളെയും പോലീസുകാരെയും കൂട്ടക്കൊല ചെയ്തു. അതിനുശേഷം സ്വാസ്നയുടെ പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവന്ന് ക്രൂരമായി തൂക്കിലേറ്റി. മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ ഹിംലർ വെടിവെച്ചു കൊന്നു. ആ സമയമാണ് ഹിംലറിന് ഒരു കോൾ വരുന്നത്. അയാൾ ഹിംലറിന്റെ അടുത്ത് അടുത്ത പ്ലാനിനെ കുറിച്ച് ചോദിച്ചു. അടുത്ത പ്ലാൻ OM ആണെന്നായിരുന്നു അവൻ പറഞ്ഞത്. കഥ അവിടെ നിന്നും ദളപതിയിലേക്ക് തിരിയുന്നു. ദളപതിയെ പെർമിഷനില്ലാതെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതിന് ശ്രീകാന്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അയാൾ പോകുന്നതിന് മുമ്പ് ആഗസ്റ്റ് 15-ന് റിലീസാകുന്ന കുറ്റവാളികളുടെ ലിസ്റ്റിൽ അവന്റെ പേരും ചേർത്തിരുന്നു. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് റിലീസായി. അവിടെ നിന്നവൻ നേരെ പോയത് ശ്രീകാന്തിനെയും വിജയിനെയും കാണാനാണ്. ശ്രീകാന്തിന് അത്യാവശ്യമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ പോകേണ്ടിയിരുന്നു. ശ്രീകാന്ത് തിരിച്ചു വരുന്നവരെ താൻ വിജയെ നോക്കിക്കോളാം എന്ന് ദളപതി അയാളോട് പറഞ്ഞു. പക്ഷെ ആ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ശ്രീകാന്ത് കൊല്ലപ്പെട്ടു. ആരുമില്ലാതെ അനാഥയായി പോയ വിജയെ അതോടെ ദളപതി നോക്കി വളർത്താൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. വിജയ് ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. ഒരു ദിവസം അവൾ ക്ലാസ് കട്ട് ചെയ്ത് സ്കൂട്ടിയിൽ കൂട്ടുകാരിയുടെ കൂടെ സിനിമയ്ക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ചൊരു ഇൻസ്പെക്ടർ അവളെ തടഞ്ഞു. സ്ത്രീലമ്പടനായ അയാൾ എന്തെങ്കിലും കാരണമുണ്ടാക്കി അവളെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചു. രമേശ് എന്നായിരുന്നു അയാളുടെ പേര്. ക്ലാസ് കട്ട് ചെയ്തവർ സിനിമയ്ക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ അയാൾ തന്റെ കൂടെ ജീപ്പിൽ കയറി വന്നില്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവളെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. ഉടൻ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ജേർണലിസ്റ്റായ തന്റെ ചെറിയമ്മ കയാലിനെ വിളിച്ച് ഉള്ള കാര്യം പറഞ്ഞു. കയാൽ ഉടൻ തന്നെ ദളപതിയുടെ അടുത്തെത്തി. ആ പോലീസുകാരൻ ഭയങ്കര മോശക്കാരനാണെന്നും വിജയ് അയാൾ കൊണ്ടുപോയിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ ദളപതി അയാളെ ഫോണിൽ വിളിച്ച് തന്റെ മകളുടെ മേൽ കൈവയ്ക്കുന്നതിന് മുമ്പ് തന്നെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ദളപതിയെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ച അയാൾ അവന്റെ പാസ്റ്റിനെ പറ്റി അറിഞ്ഞ് വല്ലാതെ ഭയന്നു വിറച്ചു. പേടിച്ചവൻ വിജയെ വീട്ടിൽ തന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇനി ഒരു പെൺകുട്ടിയെക്കുറിച്ച് തെറ്റായി പോലും താൻ ചിന്തിക്കില്ലെന്ന് പറഞ്ഞ് അയാൾ ദളപതിയുടെ അടുത്ത് മാപ്പപേക്ഷിക്കാൻ ആരംഭിച്ചു. അയാളോട് ക്ഷമിച്ച ദളപതി അയാളെ വെറുതെ വിട്ടു. കഥ അവിടെ നിന്നും കുറച്ച് തീവ്രവാദികളിലേക്ക് തിരിയുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾ കടലിൽ പോയി ചെന്നൈക്ക് പോകുന്ന ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്യുകയാണ്. ആ തീവ്രവാദികൾക്കൊപ്പം ഹിംലറും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു വ്യക്തി കപ്പൽ ഹൈജാക്ക് ചെയ്ത കാര്യം ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ നേവി ഉദ്യോഗസ്ഥർക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പൽ സീസ് ചെയ്യാൻ ഓർഡർ ലഭിച്ചു. നാവികസേന വൈകാതെ അവിടെത്തി കപ്പലിനുള്ളിൽ കയറി ഹിംലറിനെയും തീവ്രവാദികളെയും പിടികൂടി. തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സുകളൊക്കെ തുറന്നപ്പോ അതിൽ നിറയെ ടെഡി ബിയേഴ്സ് ആയിരുന്നു. വൈകാതെ ഹിംലർ ഒരു ബട്ടണിൽ അമർത്തി. അടുത്ത സെക്കൻഡ് മുതൽ അവിടെ ഉണ്ടായിരുന്ന നാവികസേനക്കാരെയെല്ലാം എന്തോ ഒന്ന് വെടിവെച്ചു കൊല്ലാൻ തുടങ്ങി. അവസാനം ആ കപ്പൽ മുഴുവൻ അവർ തകർക്കുകയാണ്. ആ കപ്പൽ തകർത്ത ശേഷം നേവിക്കാർ വന്ന ബോട്ട് വഴി തീവ്രവാദികൾ ചെന്നൈയിലേക്ക് പോന്നു. ഈ പ്രശ്നം ഗവൺമെന്റിന് വല്ലാത്തൊരു തിരിച്ചടി നൽകുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിന്റെ CM ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ ലീഡറാണ് രംഗസ്വാമി. റോജ രംഗസ്വാമി എംബസിയിലെത്തി ഹിംലറിനെ കണ്ടു. അവിടെ വെച്ച് ഹിംലർ 30 ദിവസത്തിനുള്ളിൽ OM ഓപ്പറേഷന് ശേഷം ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കും എന്ന് രംഗസ്വാമിയോട് പറഞ്ഞു. ശ്രീകാന്തിന്റെ ആഗ്രഹമനുസരിച്ച് വിജയ് ഒരു ആർമി ഓഫീസർ ആക്കാൻ വേണ്ടി ദളപതി അവൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യവുമില്ല. 3 വർഷമായി ആർമിയിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യാൻ അവളോട് അവൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വിജയെക്കൊണ്ട് ആ ഫോമിൽ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ദളപതി കയാലിന്റെ സഹായം ചോദിച്ചു. കയാലൊടുവിൽ ദളപതിയുടെ സമാധാനത്തിന് വേണ്ടി ഫോമിൽ സൈൻ ചെയ്തു കൊടുക്കാനും അവൾക്ക് ഓഫീസറാവാൻ താല്പര്യമില്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിൽ ഫെയിലാകാനും വിജയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാനം വിജയ ഫോമിൽ സൈൻ ചെയ്തു. അതുകണ്ട് ദളപതി വല്ലാതെ സന്തോഷിക്കുകയും അതൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് ഒരു വലിയ ടെഡി ബിയറിനെ കണ്ട് വിജയ് ഭയങ്കരമായി വയലന്റ് ആയി പെരുമാറാൻ തുടങ്ങി. ദളപതി ഇത് നോക്കിക്കാണുന്നുണ്ട്. ഇതേ സമയം കടൽ തീരത്ത് ഹിംലറും കൂട്ടിനും കൊന്ന നേവിക്കാരുടെ ഡെഡ് ബോഡീസും കുറെ ടെഡി ബിയേഴ്സും വന്നടിയുകയാണ്. അതിലൊരു നേവി ഓഫീസറുടെ കയ്യിൽ ഒരു റെക്കോർഡർ മെഷീൻ ഉണ്ടായിരുന്നു. അതിന്റെ പാർട്ട് അവർക്ക് കിട്ടി. അത് പരിശോധിച്ച ഖലീൽ എന്ന സയന്റിസ്റ്റിന് അവിടെ നടന്നത് ഒരു റിമോട്ട് കൺട്രോൾ വാറാണ് എന്ന് പൂർണ്ണമായി മനസ്സിലായി. ജോൺ ഹിംലർ RC ഉപയോഗിച്ചാണ് ആ നാവികസേനയെ അറ്റാക്ക് ചെയ്തത്. ആ മെഷീൻ പാർട്ട് ചെക്ക് ചെയ്തപ്പോ അതിന്റെ
മാനുഫാക്ചറിംഗ് ബോട്ട് എന്റർപ്രൈസസ് എന്ന ആഫ്രിക്കൻ കമ്പനിയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ആ കമ്പനിയെക്കുറിച്ച് നെറ്റിലും ഡാർക്ക് വെബിലുമൊക്കെ അന്വേഷിച്ചിട്ടും ഒരു ക്ലൂവും കിട്ടുന്നില്ല. ആ കമ്പനിയെക്കുറിച്ച് ഡാർക്ക് വെബിൽ ഒരു ഡിലീറ്റഡ് വീഡിയോ ഒടുവിൽ അവർ കണ്ടെത്തി. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആഫ്രിക്കൻ ലേഡിയെ ഖലീൽ ഒടുവിൽ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ ലേഡി വീഡിയോ കോളിൽ വന്നു. ഇന്ത്യയിൽ നടന്ന നേവി വാറിൽ റോബോട്ടിക് ഡ്രോൺസും റോബോട്ടുമെല്ലാം ഇൻവോൾവ് ആയത് കണ്ടു. അതിന്റെ മാനുഫാക്ചേഴ്സ് ബോട്ട് എന്റർപ്രൈസസ് ആണെന്ന് കണ്ടെത്തി എന്നും ഖലീൽ അവരോട് പറഞ്ഞു. എന്നിട്ട് ഈ കമ്പനി ആരുടേതാണ് എന്നും അവരോട് ചോദിച്ചു. ആഫ്രിക്ക നശിപ്പിച്ച ജോൺ ഹിംലറിന്റെയാണ് ഈ കമ്പനിയെന്നും അവൻ ഇന്ത്യയെ ആഫ്രിക്കയാക്കുന്നതിന് മുമ്പ് അവനെ തടയണം എന്നുമായിരുന്നു ആ ലേഡി അവരോട് പറഞ്ഞത്. ഹിംലറിനെതിരായ കുറെ ഡോക്യുമെന്റ്സും അവർ ഖലീലിന് അയച്ചു കൊടുത്തു. അപ്പോഴേക്ക് അവിടെ ഹിംലറിന്റെ ആളുകളായ SI വേലുവും കൂട്ടരും എത്തി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ അവർ വെടിവെച്ചു കൊല്ലാൻ തുടങ്ങി. കുറെ പോലീസുകാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഖലീൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന റോബോട്ടിക് ഗൺ വെച്ച് അവർക്കെതിരെ കൗണ്ടർ ഫയർ ചെയ്തു. ഒരു തരത്തിൽ ഖലീലും അയാളുടെ അസിസ്റ്റന്റുമാരും അവിടെ നിന്ന് ഹിംലറെ കുറിച്ചുള്ള എവിഡൻസുകൾ എടുത്ത് രക്ഷപ്പെട്ടു. SI വേലു ഖലീൽ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് അവനെതിരെ കുറെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. നേവിക്കാരെ കൊന്ന ആക്രമണത്തിന് പിന്നിലും ചതിയനും ചാരനുമായ ഖലീലാണെന്നും ഖലീൽ തീവ്രവാദിയാണെന്നും വേലു പറഞ്ഞു വെച്ചു. ഖലീലിന് തെളിവ് കൊടുത്ത ആഫ്രിക്കൻ സ്ത്രീയെയും ഹിംലറിന്റെ ആളുകൾ വെടിവെച്ചു കൊന്നു. വിജയെ അലട്ടുന്ന പ്രശ്നമെന്തെന്നറിയാൻ മറുവശത്ത് ദളപതി അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെ ഹിപ്നോതെറാപ്പി ചെയ്തപ്പോ അവളുടെ കുട്ടിക്കാലത്തെ ആ ട്രോമയെപ്പറ്റി അവൾ പറഞ്ഞു. അവളുടെ അമ്മ ചെറുപ്പത്തിൽ ഒരു കടയിൽ നിന്ന് അവൾക്ക് വേണ്ടി ഒരു ടെഡി ബിയർ വാങ്ങിയിരുന്നു. ആ ടെഡി ബിയറിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം അവളുടെ അമ്മ കണ്ടു. ആ ടെഡി ബിയർ തിരിച്ചു വാങ്ങാൻ ഹിംലറിന്റെ ആളുകൾ അവരുടെ വീട്ടിലെത്തി. അവരെ കണ്ട അമ്മ വിജയെ അലമാരയിൽ ഒളിപ്പിച്ചു. വന്നയാളുകൾ വിജയുടെ അമ്മയെ ക്രൂരമായി ഉപദ്രവിച്ചു. ഒടുവിൽ മണ്ണെണ്ണയൊഴിച്ചു കത്തിച്ചു. അതും അവളുടെ മുമ്പിൽ വെച്ച് തന്നെ. അതിനുശേഷമാണ് വിജിക്ക് ആ ട്രോമയെല്ലാം ബാധിച്ചത്. പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോഴും മറ്റും അവൾ ഞെട്ടാനും പേടിയുണ്ടാവാനും പാനിക് അറ്റാക്ക് വരാനും തുടങ്ങിയത്. ഈ കാര്യങ്ങളെല്ലാം കേട്ട ദളപതി അവളുടെ റൂമിൽ പോയി ആ ടെഡി ബിയറിനെ തിരഞ്ഞു. അവളുടെ അമ്മ അത് ആരും കാണാതെ ഒരു സെപ്പറേറ്റ് ലോക്കറിലായിരുന്നു വെച്ചിരുന്നത്. അവിടെ നിന്ന് അവൻ ആ ടെഡി പുറത്തെടുത്തു. ആ ടെഡിയുടെ ഉള്ളിൽ നിന്ന് അവനൊരു ഗണ്ണിന്റെ പാർട്സ് ആണ് കിട്ടിയത്. ഇത് കണ്ട ദളപതി കയാലിന്റെ അടുത്ത് ഈ ടെഡിയെ പറ്റിയുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ആ അന്വേഷണത്തിൽ നിന്ന് കയാൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് കണ്ടെത്തിയത്. ആ ടെഡി സപ്ലൈ ചെയ്യുന്ന കമ്പനി JS ടോയ്സ് ആണ്. 15 വർഷമായി അവർ ടോട്ടലായി 50 ലക്ഷം ടെഡി ഇന്ത്യയിലേക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓരോ ടെഡിക്കകത്തും ഓരോ തോക്ക്, അങ്ങനെ 50 ലക്ഷം അനധികൃത തോക്കുകൾ. ആ ടെഡി വാങ്ങുന്ന കടയുടെ ഓണേഴ്സ് എല്ലാം 15 വർഷങ്ങൾക്ക് മുമ്പ് അതാത് സ്റ്റേറ്റിലെ വലിയ ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊക്കെ അവിടുത്തെ വലിയ പൊളിറ്റീഷ്യൻസ് ആൻഡ് ബിസിനസ്മാൻസ് ഒക്കെയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ വലിയ കളികളുണ്ട് എന്ന് ദളപതി ഉടൻ തിരിച്ചറിഞ്ഞു. ഹിംലറിനെ പറ്റിയിട്ടുള്ള എവിഡൻസുമായി ഖലീൽ മിനിസ്റ്ററിനെ കാണാൻ വിജി പഠിക്കുന്ന കോളേജിലെത്തി. അവിടെ പോലീസുകാർ ഉള്ളതുകൊണ്ട് എവിഡൻസ് മിനിസ്റ്ററിനെ കൈമാറാൻ ഖലീലിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയമാണ് അതുവഴി വിജി പോയത്. അവൻ ആ തെളിവുകൾ മന്ത്രിക്ക് കൊടുക്കാൻ വിജിയുടെ അടുത്ത് ഏൽപ്പിച്ചു. ആ ഫയൽ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ഫയലാണ് എന്ന് മിനിസ്റ്ററിനോട് പറയണം എന്നും നിർദ്ദേശിച്ചു. ഖലീൽ ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് പാവം തോന്നിയ വിജി അയാൾ പറഞ്ഞ പോലെ അത് മിനിസ്റ്ററിന് കൊടുത്തു. CMന് കൊടുത്ത ഫയൽ എത്തുന്നത് ഹിംലറിന്റെ അടുത്തേക്കായിരുന്നു. അതോടെ CMന് ആ ഫയൽ കൈമാറിയ വിജയെ കൊല്ലാൻ ഹിംലർ തന്റെ ആളുകളെ അയച്ചു. വിജിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, കാർത്തിക് എന്നാണ് അവന്റെ പേര്. അന്ന് കാർത്തിക് തന്റെ കുടുംബവുമായി വിജയെ പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുകയായിരുന്നു. കാർത്തികിന്റെ അച്ഛനും മറ്റും വലിയ രീതിയിൽ പുച്ഛിച്ചാണ് സംസാരിക്കുന്നത്. ദളപതി വിജി പഠിച്ച ജീവിതത്തിൽ മുന്നോട്ട് പോയ ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട കാർത്തികിന്റെ അച്ഛൻ സ്ത്രീകൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ചൊക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. പരിധിവിട്ട സംസാരത്തിൽ ദേഷ്യം വന്ന ദളപതി കാർത്തികിന്റെ അച്ഛനെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. വിജയ ആർമി ഓഫീസറായി വന്ന ശേഷവും അവൾക്ക് നിങ്ങളുടെ മകനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കല്യാണം ആലോചിക്കാം എന്ന് പറഞ്ഞ ദളപതി അവരെ അപമാനിച്ചിറക്കി വിട്ടു. ഈ സംഭവത്തിനു ശേഷം വിജിക്ക് ദളപതിയുടെ അടുത്ത് വല്ലാതെ ദേഷ്യമായി. അവൾ അയാളോട് എന്നെ വിട്ട് നീ പൊക്കോ എന്നുവരെ പറഞ്ഞു. തനിക്ക് ആർമിയൊന്നും വേണ്ടെന്നും താൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞു വെച്ചു. അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് കാവലായി എപ്പോഴും ഇരിക്കാനായിരുന്നു ദളപതിയുടെ ആഗ്രഹം. ആ ദിവസം രാത്രി ഹിംലറിന്റെ ആളുകൾ വിജയെ കൊല്ലാൻ അവരുടെ വീട്ടിലെത്തി. അതിലൊരാൾ ദളപതിയെ കണ്ടയുടനെ ബാക്കിയുള്ള ഗുണ്ടകളെ വിളിച്ച് അവിടുന്ന് തിരിച്ചോടി. അയാൾ തിരിച്ചുപോയി തന്റെ ഗ്യാങ്ങിന്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ പറയാൻ തുടങ്ങി. കുറെ വർഷങ്ങൾക്ക് മുമ്പ്
കാട്ടിലുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ച് കാട് കൊള്ളയടിക്കാൻ ഒരു സംഘം എത്തിയിരുന്നു. 30 ആളുകളുമായി. ആ 30 ആളുകളെ അന്ന് ദളപതി ഒറ്റയ്ക്ക് കൊന്നൊടുക്കി. ദളപതി വിജയെ സംരക്ഷിക്കുന്ന അത്രനാളും അവളെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഗുണ്ടാ ഗ്യാങ്ങിന് മനസ്സിലായി. അപ്പോഴാണ് അവർ മറ്റൊരു ഐഡിയ പരീക്ഷിക്കുന്നത്. വിജയുടെ കോളേജിലെ ഒരു സുഹൃത്തിന് പൈസ കൊടുത്ത് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അവർ അവന് നിർദ്ദേശം കൊടുത്തു. മറുവശത്ത് ഗുണ്ടാ ഗ്യാങ് തന്നെ ലക്ഷ്യം വെച്ചല്ല വന്നതെന്നും അവർ വിജയുടെ പിന്നാലെയാണെന്നും ദളപതി തിരിച്ചറിഞ്ഞു. വിജയുടെ പിന്നിൽ എപ്പോഴും ആപത്തുണ്ടെന്നും അതുകൊണ്ട് താൻ കൂടെ വരാം എന്നും ദളപതി പലവട്ടം അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് കോളേജിൽ നിന്നും വിജയ് അവളുടെ ഫ്രണ്ട് അവളുടെ കാമുകൻ കാർത്തിക് അവളെ കാണാൻ വേണ്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവൻ പക്ഷെ അവളെ കൂട്ടിക്കൊണ്ടുപോയത് ആ ഗുണ്ടകളുടെ അടുത്തേക്കായിരുന്നു. ഗുണ്ടകളുടെ അടുത്ത് വിജയ് എത്തിച്ച ഫ്രണ്ടിനെ ഗുണ്ടകൾ കൊന്നുതള്ളി. പിന്നാലെ ഗുണ്ടകൾ ഖലീലിനെ പറ്റി ചോദിച്ച് വിജയെ വല്ലാതെ മർദ്ദിക്കാനും ആരംഭിച്ചു. വിജയാണെങ്കിൽ വല്ലാതെ ഭയന്നിരുന്നു. കൃത്യസമയം അങ്ങോട്ടേക്ക് ദളപതി എത്തിച്ചേർന്നു. ദളപതി ഗുണ്ടകളെയൊക്കെ പൊതിരത്തല്ലി താഴെ വീഴ്ത്തി. ഇതെല്ലാം ഹിംലർ ക്യാമറ വഴി കാണുന്നുണ്ടായിരുന്നു. ദളപതിയെ കണ്ട് ഹിംലർ ഞെട്ടി. രംഗസ്വാമിയുടെ അടുക്കൽ ഇവനെ കൊല്ലാൻ പറഞ്ഞിരുന്നതാണല്ലോ, എന്താ ചെയ്യാതിരുന്നത് എന്ന് ഹിംലർ ചോദിച്ചു. തങ്ങൾ കുറെ ട്രൈ ചെയ്തതാണെന്നും പക്ഷേ സാധിച്ചില്ലെന്നുമായിരുന്നു രംഗസ്വാമിയുടെ മറുപടി. അപ്പോഴേക്കും ഹിംലറിന്റെ ആളുകൾ അവിടെത്തി ദളപതിയെ പിടിച്ചുവെച്ചു. ഹിംലർ വീഡിയോ കോളിലൂടെ ദളപതിയുമായി സംസാരിച്ചു. ദളപതിക്കടുക്കൽ നീ എന്നെ കൊന്നിട്ടല്ലേ ജയിലിൽ പോയത്, പക്ഷേ ഞാനിപ്പോൾ DC അമരീഷ് അല്ല, മരണമില്ലാത്ത ജോൺ ഹിംലർ ആണ്, ഞാനിപ്പോഴും ജീവനോടെയുണ്ട് എന്ന മട്ടിൽ അവൻ ദളപതിക്കടുക്കൽ പറഞ്ഞു. ദളപതി ഹിംലറെ കണ്ടൊന്ന് ഞെട്ടിയിരുന്നു. പിന്നാലെ ഹിംലറിന്റെ ആളുകൾ ദളപതിയെ കൊല്ലാൻ നോക്കിയെങ്കിലും ദളപതി അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തു. പിന്നാലെ ഹിംലർ ദളപതിയോട് ഈ പ്രശ്നത്തിൽ നീ ഇടപെടണ്ട, ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. എന്നാൽ ദളപതി ഹിംലറെ തീർത്ത ശേഷം മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന ഒരൊറ്റ തീരുമാനമായിരുന്നു പറഞ്ഞത്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷം 2005 മധുരയിൽ വെച്ച് നടന്ന മദ്യദുരന്തത്തിൽ പോർക്കൊടി എന്ന സ്ത്രീയുടെ ഭർത്താവ് ഉൾപ്പെടെ 60ഓളം പേർ മരണപ്പെട്ടു. മദ്യദുരന്തത്തിന് കാരണക്കാരായ ആളുകളെ പിടികൂടുന്നവരെ സമരം ചെയ്യുന്നു പറഞ്ഞ നാട്ടുകാരെ പോലീസുകാർ വെടിവെച്ചു കൊന്നു. ആ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പോർക്കൊടി കണ്ണകി പ്രതിമയുടെ അടുത്തിരുന്ന് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. മദ്യദുരന്തത്തിന് കാരണക്കാരായവരെയും ആളുകളെ വെടിവെച്ചു കൊന്നവരെയും ശിക്ഷിക്കാതെ അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു. ജനങ്ങൾ അവൾക്ക് വലിയ സപ്പോർട്ടുമായിട്ടെത്തി. മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി മധുരയ്ക്ക് കളക്ടറായി ഷീല റാണിയെയും DCI അമരീഷ് പൂജാരിയെയും തിരഞ്ഞെടുത്തു. ഈ ഡിസ്ട്രിക്റ്റിൽ മദ്യദുരന്തത്തിന്റെ കാര്യത്തിൽ ആരാണ് കാരണക്കാരനെന്ന് ചോദിക്കുമ്പോൾ അന്ന് CA ആയിരുന്ന വേലു റോജ രംഗസ്വാമിയെക്കുറിച്ച് അമരീഷിന് പറഞ്ഞുകൊടുത്തു. ഭയങ്കര ശക്തനായ പൊളിറ്റീഷ്യനാണ് അയാൾ, CM പോലും അയാളെ ഭയക്കുന്നുണ്ട്. ആ സമയത്ത് രംഗസ്വാമി അമരീഷിനെ ഫോൺ വിളിച്ച് അയാളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഓഫീസിലെ ഫയൽ നോക്കുന്നതിന് മുമ്പ് അയാളുടെ വീട്ടിലേക്കാണ് ആദ്യം അമരീഷ് വരേണ്ടത് എന്നും വലിയ ദാർഷ്ട്യത്തിൽ അയാൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഡ്രസ്സില്ലാതെ അപമാനിതനായി അമരീഷ് തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി. എന്നിട്ട് അയാൾ റെക്കോർഡ്സ് റൂമിൽ കയറി വാതിലടച്ചു. പോർക്കൊടിയുടെ നിരാഹാരം 3-ാം ദിവസം എത്തിയിരുന്നു. രംഗസ്വാമിയുടെ മകൻ പോർക്കൊടിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മകളുടെ ഡ്രസ്സ് പോർക്കൊടിക്ക് കൊണ്ടുകൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഡ്രസ്സ് വന്ന പോലെ മകൾ തിരികെ വരില്ല എന്ന് ഭീഷണിപ്പെടുത്തി. പോർക്കൊടി തന്റെ മകളുടെ ഡ്രസ്സ് അവിടെയുള്ള കൊടിമരത്തിൽ കെട്ടിയുയർത്തി. ആ സംഭവത്തിനു ശേഷം മീഡിയയും നാട്ടുകാരും രംഗസ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുറവിളി കൂട്ടാൻ തുടങ്ങി. ആ സമയം രംഗസ്വാമി മിനിസ്റ്ററിനെ വിളിച്ച് തനിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ മിനിസ്റ്ററിന്റെ പാർട്ടി തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. മിനിസ്റ്ററും ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അപ്പോഴാണ് കമ്മീഷണർ ഒരു പോലീസുകാരനെ പണിഷ്മെന്റ് ട്രാൻസ്ഫറിൽ മധുരയിലേക്ക് മാറ്റിയ കാര്യത്തെക്കുറിച്ച് മന്ത്രിയുടെ അടുത്ത് പറയുന്നത്. കാട്ടുവാസിക്കാരെ ഉപദ്രവിക്കാനെത്തിയ 30 പേരെ വെട്ടിക്കൊന്ന ദളപതിയാണ് അവർ പണിഷ്മെന്റ് ട്രാൻസ്ഫറിൽ മധുരയിലേക്ക് മാറ്റിയത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പോർക്കൊടി അവിടെ നിന്ന് എഴുന്നേൽക്കാത്തതുകൊണ്ട് രംഗസ്വാമിയുടെ ഗുണ്ടകൾ അവിടെ എത്തി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുതുതായി ചാർജ് എടുത്ത ദളപതി അവിടെ എത്തുന്നത്. അവളെ ആളുകൾ ഉപദ്രവിക്കുന്നത് കണ്ട ദളപതി അവരെയൊക്കെ കണക്കിന് കൈകാര്യം ചെയ്തു. ഒടുവിൽ ആ ഗുണ്ടകളുടെ തലയടക്കം വെട്ടിയെടുത്ത് രംഗസ്വാമിക്ക് അയച്ചു. പോർക്കൊടിയുടെ മകളെ തിരിച്ചു കൊണ്ടുവിട്ടില്ലെങ്കിൽ രംഗസ്വാമിയുടെ മുഴുവൻ സാമ്രാജ്യവും ഇല്ലാതാക്കും എന്നും ദളപതി അയാളെ ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടിയെ തിരിച്ചെത്തിക്കാം എന്ന് രംഗസ്വാമി സമ്മതിച്ചു. പോർക്കൊടി സമരം ചെയ്തുകൊണ്ടിരുന്ന ഇടത്ത് അധികം വൈകാതെ രംഗസ്വാമിയുടെ ആളുകൾ അവളുടെ മകളുടെ ഡ്രസ്സില്ലാതെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു. അത് കണ്ട് ദളപതിയുടെ ഹൃദയം തകർന്നു. ഉടൻ രംഗസ്വാമിയുടെ കോൾ ദളപതിയെ തേടിയെത്തി. അടുത്ത ദിവസം അയാളുടെ വീട്ടിലെത്തി പോർക്കൊടിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുത്തില്ലെങ്കിൽ പോർക്കൊടിയുടെ മകളുടെ അടുത്ത് ചെയ്ത പോലെ ദളപതിയുടെ അമ്മയുടെ അടുത്തും ചെയ്യും എന്ന് രംഗസ്വാമി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം ദളപതിയും പോർക്കൊടിയും രംഗസ്വാമിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്തു. അവിടെ വെച്ച് രംഗസ്വാമി തന്റെ മകൻ പോർക്കൊടിയുടെ മകളെ ചെറുതായൊന്ന് അടിച്ചപ്പോ
അവൾ മരിച്ചുപോയെന്നും മരിച്ച ശേഷം അവൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. അത് കേട്ട ദളപതി ഒരു കത്തി ഉപയോഗിച്ച് അവനെ ആ ഡൈനിങ് ടേബിളിൽ ഇരുത്തി തന്നെ കുത്തിക്കൊന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന പോർക്കുടി രംഗസ്വാമിയെ അടിക്കുകയും ചെയ്തു. അതോടെ രംഗസ്വാമിയുടെ ആളുകൾ വയലന്റായി അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചു. ദളപതിയുടെ ആളുകൾ അപ്പോഴേക്കും അവിടെത്തി അവരെ തടഞ്ഞു. ദളപതി പിന്നാലെ രംഗസ്വാമിയെ ചാട്ടവാറ് കൊണ്ടടിച്ച് ട്രൗസറിലാക്കി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഈ സംഭവത്തിനു ശേഷം ദളപതി അവിടുത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറി. രംഗസ്വാമിയാൽ അപമാനിതനായ DC അമരീഷ് റെക്കോർഡ് റൂമിൽ അടച്ചിരുന്ന് ഭ്രാന്തമായി പെരുമാറുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ നടന്ന സംഭവം ജനാധിപത്യത്തിലുള്ള എല്ലാ വിശ്വാസവും അവനിൽ നശിപ്പിച്ചിരുന്നു. അവന്റെ ഉള്ളിൽ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണരാൻ തുടങ്ങി. ആ പേഴ്സണാലിറ്റി അവനോട് പോലീസ് ജോലി വിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി പവർഫുള്ളായ ഒരാളായി മാറാൻ ഉപദേശിച്ചു. വല്ലാത്തൊരു എക്സ്ട്രീമിസം അവന്റെ ഉള്ളിൽ ഉടലെടുത്തു. അവന്റെ ഉള്ളിലെ നല്ല പേഴ്സണാലിറ്റിയും ഈ മോശം പേഴ്സണാലിറ്റിയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ നല്ല പേഴ്സണാലിറ്റി പരാജയപ്പെട്ടു. എക്സ്ട്രീമിസം ആയുധമാക്കിയ ആ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അവന്റെ ശരീരത്തിൽ ശക്തി പ്രാപിച്ചു. അതിനുശേഷം അമരീഷ് രംഗസ്വാമിയെ ജയിലിൽ പോയി കണ്ടു. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി താൻ അവനെ CM ആക്കാമെന്നും അതിനുശേഷം തന്നെ ഡെപ്യൂട്ടി CM ആക്കണമെന്നും അമരീഷ് അയാളോട് പറഞ്ഞു. രംഗസ്വാമിക്ക് ദളപതിയെ എങ്ങനെയെങ്കിലും കൊല്ലണം. അത് പക്ഷേ സമയമെടുത്ത് ചിന്തിച്ചു ചെയ്യേണ്ടതാണെന്നും അതിന് തന്റെ കയ്യിൽ വേറെ പ്ലാനുണ്ടെന്നും അവൻ രംഗസ്വാമിയോട് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ദളപതി തന്റെ നാട്ടിൽ ആഘോഷത്തിലായിരിക്കുമ്പോൾ ഇല്യാസ് എന്നൊരു വ്യക്തി ദളപതിയെ കാണാനെത്തി. അവനറിയാവുന്ന ഒരാൾ ബോംബുണ്ടാക്കി ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. DC അമരീഷാണ് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന് ഇല്യാസ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ദളപതിയുടെ അടുത്ത് ആ വിവരമറിയിക്കാനായിരുന്നു അയാൾ അവിടെ എത്തിയത്. ദളപതി ഇല്യാസിനെയും കൂട്ടി ബോംബ് ബ്ലാസ്റ്റ് തടയാൻ എത്തുമ്പോഴേക്കും കുറേയിടങ്ങളിൽ ബോംബ് പൊട്ടിയിരുന്നു. നാട്ടുകാരെ തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് പറ്റിയില്ല എന്ന് പറഞ്ഞ രംഗസ്വാമി ഈ അവസരത്തിൽ പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെടുത്തി. DC അമരീഷാണ് എല്ലാത്തിനും കാരണക്കാരെന്ന് മനസ്സിലാക്കിയ ദളപതി ഇല്യാസിന്റെ കൂടെ DCയെ കാണാനെത്തി. അമരീഷും ദളപതിയും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ താനൊരു റവല്യൂഷൻ ചെയ്ത് നാട് നന്നാക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ അമരീഷ് ദളപതിയെ വെടിവെച്ചു. എല്ലാ പിടിയും വിട്ട് അമരീഷ് പൂർണ്ണമായും ഒരു എക്സ്ട്രീമിസ്റ്റായി എന്ന് ദളപതി തിരിച്ചറിഞ്ഞു. ദളപതി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അമരീഷ് വെച്ച വെടിയുണ്ട ഇല്യാസിന്റെ ദേഹത്ത് പതിക്കുകയും ഇല്യാസ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെ അമരീഷിന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങി ദളപതി അയാളെ വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ അപ്പോഴേക്കും ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത് ഇല്യാസും ദളപതിയും കൂടിയാണെന്ന് അമരീഷ് വരുത്തി തീർത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ദളപതിക്കെതിരെ മൊഴി കൊടുക്കാൻ അവന്റെ അമ്മയായിരുന്നു എത്തിയത്. അതോടെ ദളപതി ജയിലിലേക്ക് മാറ്റപ്പെട്ടു. പിന്നെയാണ് വ്യക്തമായത് രംഗസ്വാമിയുടെ ആളുകൾ ദളപതിയുടെ നാട്ടിലെത്തി ആ കാട്ടുവാസികളെ ആയുധങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി ബന്ധിച്ചിരുന്നു. അവരെ കൊല്ലുമെന്ന ഭീഷണിയുണ്ടായതുകൊണ്ടാണ് ദളപതിയുടെ അമ്മ ദളപതിക്കെതിരെ മൊഴി കൊടുത്തത്. ദളപതിയുടെ ആ കഥയത്രയും കേട്ടതും വിജിക്ക് വല്ലാത്തൊരു പ്രചോദനം ലഭിച്ചു. വിജയ് ആർമിയിൽ ചേരാൻ റെഡിയായി. വിജയെ ട്രെയിനിങ് അക്കാഡമിയിൽ ചേർത്ത് ട്രെയിൻ ചെയ്യിച്ചാൽ ആർമി ടെസ്റ്റ് ഈസിയായി പാസ്സാകാൻ സാധിക്കുമെന്നതുകൊണ്ട് ഒരു മേജറിന്റെ അടുത്തെത്തി അവളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ദളപതി നിർദ്ദേശിച്ചു. ഇതേസമയം വേലു കലീലിനെ പിടിച്ച് എവിഡൻസും മോഡേൺ വെപ്പൺസും എവിടെയെന്ന് ചോദിച്ച് അയാളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും കലീൽ അതൊന്നും ആർക്കും പറഞ്ഞുകൊടുത്തില്ല. വിജയ് മേജറിന്റെ കീഴിൽ ഫിസിക്കലി ആർമി ഓഫീസറാകാനുള്ള എല്ലാ ട്രെയിനിങ്ങും ഒടുവിൽ കംപ്ലീറ്റ് ചെയ്തു. നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റായി. എന്നാലും അവൾക്ക് ഇപ്പോഴും പഴയ ട്രോമ മാറിയിട്ടില്ല. ആർമി ട്രെയിനിങ് അക്കാഡമിയിലേക്ക് വിജയെ കാണാൻ വേണ്ടി കാർത്തിക് എത്തി. അവൻ അവളോട് ആർമി വിട്ട് അവന്റെ കൂടെ വരാനും കല്യാണം കഴിച്ച് നമുക്ക് നന്നായി ജീവിക്കാമെന്നും പറഞ്ഞു. കാർത്തിക് ഈ പറയുന്നത് കേട്ട് തിരിച്ചൊന്നും പറയാതെ വിജയ് പോകാൻ തുടങ്ങി. ഇത് കണ്ട് ദേഷ്യം വന്നിയവൻ ദളപതി നിന്നെ ട്രാപ്പ് ചെയ്തേക്കുകയാണെന്നും അയാളൊരു സാഡിസ്റ്റ് ആണെന്നും അയാളെ വിട്ടെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാനും പറഞ്ഞു. ഇത് കേട്ട വിജയ് 12 വർഷമായി ആ മനുഷ്യൻ തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അയാളുടെ ജീവിതം മുഴുവൻ തനിക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്തതെന്നും അവനോട് പറഞ്ഞു. അയാൾ തനിക്ക് ജന്മം തരാത്ത അച്ഛനാണെന്നും അയാളാണ് തനിക്കെല്ലാമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ഇതേസമയം ദളപതിയെ പിടിക്കാൻ വേണ്ടി ഹിംലർ ഒരു പ്ലാൻ ചെയ്തു. രംഗസ്വാമിയെയും അയാളുടെ ആളുകളെയും കാട്ടിലുള്ള ദളപതിയുടെ ആളുകളെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഹിംലർ വിട്ടു. അവർ അവിടെ എത്തിയപ്പോൾ ദളപതിയും നാട്ടുകാരും കൂടെ അവരെ തടവിലാക്കി. അതിനുശേഷം രംഗസ്വാമി നടന്ന കാര്യങ്ങളൊക്കെ ദളപതിയുടെ അടുത്ത് പറയാൻ തുടങ്ങി. DC അമരീഷാണ് ആ ബോംബ് ബ്ലാസ്റ്റിന് കാരണം. അത് മനസ്സിലാക്കിയ ദളപതിയുടെ ആളുകൾ ബോംബ് വെച്ചവരെ പിടിച്ചിരുന്നു. അപ്പോൾ ആ കേസ് തനിക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയ DC താൻ മരിച്ചതായി കാണിച്ച് ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെട്ടു. ആ സമയത്ത് ആഫ്രിക്കയിൽ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനികളെല്ലാം ആ നാടുകളിലെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാസ്നിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ പ്രസിഡന്റ് മാത്രം ആ കമ്പനികളെ രാജ്യത്തേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല.
അത് മനസ്സിലാക്കിയ അമരീഷ് കമ്പനികളുടെ കൂടെ ഡീല് വെച്ച് ആ നാട്ടിൽ കയറി നാട് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. അമരീഷ് അവിടെ എത്തി ഒരു ടോയ് കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനിയുടെ മറവിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനും തുടങ്ങി. ഹിംലറും കൂട്ടരും ആ രാജ്യത്തെ ജാതിമത പ്രശ്നങ്ങളുണ്ടാക്കി നാട്ടുകാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുത്തി. അങ്ങനെ ആ പ്രശ്നങ്ങൾ വളർന്ന് വലിയ സിവിൽ വാർ ആയി. ആ സമയത്ത് ടോയ് കമ്പനിയിലുണ്ടായിരുന്ന ഗണ്ണുകൾ അവിടെയുള്ള നാട്ടുകാർക്ക് കൊടുക്കുകയും അവർ തമ്മിൽ തല്ലി മരിക്കാനും ആരംഭിച്ചു. അങ്ങനെ അമരീഷ് ആ രാജ്യത്തെ ഇല്ലാതാക്കി കമ്പനിയുടെ മുമ്പിൽ അടിയറവ് പറയിപ്പിച്ചു. അതിനുശേഷം ആ കമ്പനി അമരീഷിനിട്ട പേരായിരുന്നു ജോൺ ഹിംലർ. ആഫ്രിക്കയിലെ ഓപ്പറേഷന് ശേഷം ഇന്ത്യയിലും അതേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഹിംലർ തുടങ്ങി. ആ ഓപ്പറേഷൻ അയാളിട്ട പേരാണ് OM, ഓപ്പറേഷൻ മെലൂക്ക. മെലൂക്ക എന്നത് ഇന്ത്യയുടെ പഴയ പേരാണ്. അതിനായി ഹിംലർ ഇന്ത്യയിലേക്കും ആയുധങ്ങൾ കടത്തി. ഇവിടെയും ജാതിമത പ്രശ്നങ്ങൾ വെച്ച് ആളുകളെ വേർതിരിച്ചു. ഇവിടെയും സിവിൽ വാർ ഉണ്ടാക്കാനാണ് അവരുടെ പദ്ധതി. അങ്ങനെ സംഭവിച്ചാൽ ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാവുകയും സർവാധികാരം വരികയും ചെയ്യും. അപ്പോൾ ഈ നാടിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവർക്ക് കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. 1 മണിക്കൂറിനുള്ളിൽ അവരുടെ ഫൈനൽ സ്ട്രൈക്ക് ആരംഭിക്കും എന്നും രംഗസ്വാമി പറഞ്ഞു. ഇതേ സമയത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ഗവർണറും CM-ഉം വലിയ കുറെ ഓഫീസർമാരും ഉണ്ട്. അപ്പോൾ അവിടേക്ക് റിമോട്ട് കൺട്രോൾ വഴി കൺട്രോൾ ചെയ്യുന്ന ഒരു കാർ വന്ന് ബ്ലാസ്റ്റ് ആയി. അവിടേക്ക് ഹിംലറിന്റെ കുറെ ആളുകൾ എത്തി പോലീസുകാരെയൊക്കെ കൊന്ന് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. CM-നെയും ഗവർണറെയും ഹോസ്റ്റേജ് ആക്കി. പിന്നാലെ ചീഫ് സെക്രട്ടറി ഷീല റാണിയുടെ അടുത്ത് ഡിമാൻഡുകൾ വെക്കാൻ ആരംഭിച്ചു. ആ ദിവസം രാത്രി മുഴുവൻ എന്തു സംഭവിച്ചാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാർ പോലും വന്ന് ഒന്നും ചെയ്യാൻ പാടില്ലെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത്തേത് മൊബൈൽ, TV, നെറ്റ്വർക്ക് കണക്ഷൻ എന്നിവ കട്ട് ചെയ്യാൻ പാടില്ലെന്നാണ്. ആദ്യം അവർ ഈ ഡിമാൻഡുകളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹിംലറിനെയും ടീമിനെയും പിടിക്കാൻ വേണ്ടി കമാൻഡേഴ്സിനെയും ആർമി ഫോഴ്സിനെയും അവർ അവിടേക്ക് വിട്ടു. പക്ഷേ ആ ഫോഴ്സുള്ളിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഹിംലർ റിമോട്ട് കൺട്രോൾ വഴി റോബോട്ട്സിനെയും റോബോട്ടിക് ഡ്രോണിനെയും ഉപയോഗിച്ച് പട്ടാളക്കാരെ മുഴുവൻ കൊന്നുതള്ളി. അതോടെ അവർക്ക് മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ലാതായി. ഹിംലർ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനുകൾ അടച്ചിടാൻ ചീഫ് സെക്രട്ടറി ഓർഡർ കൊടുത്തു. ഹിംലർ ബന്ദിയാക്കി വെച്ചിരുന്ന കുറച്ച് ആളുകളെ കൊന്ന ശേഷം ഗവർണറിനെ കൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊന്ന് ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ പോവുകയാണ് എന്ന് ലൈവിൽ പറയിപ്പിച്ചു. ഈ ഒരു സംഭവത്തിനു ശേഷം ഹിന്ദു മുസ്ലിംസിനിടയിൽ വലിയ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അതേസമയം ദളപതിയുടെ ആളുകൾ DC വേലുവിനെ പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തു. ERC വാർ തടയാൻ വേണ്ടി സൈന്റിസ്റ്റ് ഖലീലിന്റെ അടുത്തൊരു വെപ്പണുണ്ട് എന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കി. ഖലീലിനെ ദളപതിയും കൂട്ടരും DC വേലുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തി. ഹിംലർ ഗവൺമെന്റിനെതിരായി RC വാർ നടത്തുന്ന കാര്യം ഖലീലിന്റെ അടുത്ത് ദളപതി പറഞ്ഞു. ERC വാർ പ്രതിരോധിക്കാനുള്ള വെപ്പൺസ് തന്റെ സേഫ് ഹൗസിലുള്ള കാര്യം ഖലീൽ ദളപതിയെ അറിയിച്ചു. ഇതേ സമയത്ത് മതവരെ കൂട്ടാൻ വേണ്ടി ഹിംലറും ടീമും ആളുകൾക്ക് തോക്കു കൊടുത്തു. അവർ തോക്കെടുത്ത് ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടു. സേഫ് ഹൗസിലെത്തിയ ദളപതിയും കൂട്ടരും ഖലീലിന്റെ അസിസ്റ്റന്റിനെ കണ്ടു. RC വാറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ട്രക്കും അതുപോലെ കുറച്ച് ഗൺസും അവിടെ ഉണ്ട്. ഇത്രയും ആയുധങ്ങൾ വെച്ച് ഈ അറ്റാക്ക് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ദളപതി ആ ട്രക്കുമായി പോയി ഹിംലറിന്റെ ശ്രദ്ധ തിരിക്കാനും അതേസമയം ഖലീലിന്റെ അസിസ്റ്റന്റ് കൺട്രോൾ റൂമിൽ പോയി ആ റോബോട്ട്സിന്റെ പ്രോഗ്രാം മാറ്റാനും അവർ പ്ലാൻ ചെയ്തു. റോബോട്ട്സിന്റെ പ്രോഗ്രാം മാറ്റിയാൽ അവ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം അറ്റാക്ക് ചെയ്ത് നശിച്ചോളും. ഹിംലർ അയാൾക്കൊരു ഹെലികോപ്റ്റർ വേണമെന്നും അതിലൊരു ഹയർ ഓഫീസർ അയാളുടെ കൂടെ പോകണം എന്നും ഡിമാൻഡ് ചെയ്തു. അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് 30 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ളവരെ റിലീസ് ചെയ്യുക എന്നും അയാൾ പറഞ്ഞു. അതേസമയത്ത് വിജയും ദളപതിയും കൂടെ ആ ആർമി ട്രക്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വെച്ചുപിടിച്ചു. അത് മനസ്സിലാക്കിയ ഹിംലർ ആ ട്രക്ക് ആക്രമിക്കാൻ ഡ്രോണുകൾ പറഞ്ഞയക്കാൻ തുടങ്ങി. 10 മിനിറ്റ് മാത്രമേ ആ ട്രക്കിന് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയൂ. അതിനു മുമ്പ് ആ ഡ്രോണിനെയും മറ്റും പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് നിർവീര്യമാക്കണം. ഇതിനിടയിൽ ഖലീലിന്റെ അസിസ്റ്റന്റ് ഒരു തരത്തിൽ കൺട്രോൾ റൂമിലെത്തി. അവൻ പ്രോഗ്രാം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു തരത്തിൽ അവൻ പ്രോഗ്രാം മാറ്റി. പക്ഷെ ഹിംലറിന്റെ ആളുകൾ അവനെ കൊന്നു. അതോടുകൂടി റോബോട്ടുകൾ പരസ്പരം തല്ലിച്ചാവാൻ തുടങ്ങി. ആ റോബോട്ട്സിന് ഹിംലറിനെയും ഒരു എനിമിയായിട്ട് തന്നെയായിരുന്നു തോന്നിയിരുന്നത്. അപ്പോഴേക്ക് ദളപതിയും വിജയും ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി. ഹിംലറിന്റെ കൂട്ടാളികളെ കൊന്ന ശേഷം അവർ അവിടെ ഉള്ളവരെ രക്ഷിച്ചു. അപ്പോഴാണ് ദളപതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇതിനു പിന്നിൽ ഹിംലർ മാത്രമല്ല ഉള്ളത്. ചീഫ് സെക്രട്ടറി ഷീല റാണിയും ഇതിൽ ഹിംലറിന്റെ കൂടെയുണ്ട്. അവളാണ് വിജിത് CM-ന് കൊടുത്ത ഫയൽ ഹിംലറിന്റെ അടുത്ത് എത്തിച്ചത്. അതേസമയം ഹിന്ദുക്കൾ മുസ്ലിം പള്ളി പൊളിക്കാനും മുസ്ലിങ്ങൾ അമ്പലം പൊളിക്കാനുമായി പോവുകയായിരുന്നു. ഇത് തടയാൻ മുസ്ലിം പോലീസുകാരും ഹിന്ദു പോലീസുകാരും എത്തി. ആ കലാപമുണ്ടാക്കാൻ വന്നവരെയെല്ലാം അവർ പിരിച്ചുവിട്ടു. ഇതെല്ലാം TV-യിൽ കണ്ട ഹിംലർ ഇതെങ്ങനെ നടന്നു എന്ന് അത്ഭുതപ്പെട്ടു. മൂവിയുടെ തുടക്കത്തിൽ ദളപതി ജീവൻ രക്ഷിച്ച ലോകനാഥ് വഴി ഹിംലറിനെ കുറിച്ചുള്ള എല്ലാ എവിഡൻസുകളും ഒരു വീഡിയോയും
എല്ലാ പോലീസ് സ്റ്റേഷനിലും ദളപതി എത്തിച്ചിരുന്നു. ആ വീഡിയോയിൽ ഇത് പാകിസ്ഥാൻ തീവ്രവാദികളല്ല ചെയ്യുന്നതെന്നും നാട് പിടിച്ചെടുക്കാൻ വേണ്ടി ഹിംലർ ചെയ്യുന്ന കാര്യമാണെന്നും ദളപതി പറയുന്നുണ്ട്. അവൻ ഇതിനെതിരെ പ്രവർത്തിക്കാനും ഇല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാൻ പോലെയാകുമെന്നും പോലീസുകാർക്ക് വാണിംഗ് കൊടുത്തു. ഇത് കേട്ട പോലീസുകാരാണ് ഈ ലഹള തടഞ്ഞത്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ഹിംലർ ദളപതിയെ അടിക്കാൻ തുടങ്ങി. അത് കണ്ട് വിജയുടെ ഉള്ളിലെ ട്രോമയുണർന്നു. ആദ്യം അവൾ അതിൽ വല്ലാതെ ഭയന്നെങ്കിലും അവസാനം ആ പേടി മാറി അത് ധൈര്യമായി. അവൾ ഹിംലറിനെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ വിജയും ദളപതിയും കൂടെ ഹിംലറിനെയും അയാളുടെ ആളുകളെയും പൂർണ്ണമായി അറ്റാക്ക് ചെയ്തു. ഇതിനിടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിംലർ ടെറസിലെത്തി. അവിടെ ഹെലികോപ്റ്ററുമായി ഷീലാറാണി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹിംലറിന് പിറകിൽ വന്ന ദളപതി ഒരു മിസൈൽ ഉപയോഗിച്ച് പറന്നുയർന്ന ഹെലികോപ്റ്റർ പൊട്ടിത്തെറിപ്പിച്ചു. അതിനകത്തുണ്ടായിരുന്ന ഷീലാറാണി കൊല്ലപ്പെട്ടു. അധികം വൈകിയില്ല ദളപതി ഹിംലറിനെയും വെടിവെച്ചു കൊന്നു. അങ്ങനെ ദളപതിയും കൂട്ടരും ചേർന്ന് ഇന്ത്യയുടെ ജനാധിപത്യവും അഖണ്ഡതയുമെല്ലാം സംരക്ഷിച്ചു. നാരായണൻ അത്ര നേരം പറഞ്ഞിരുന്ന കഥ അവിടെ തീർന്നു. ഈ കഥ കേട്ട് ധൈര്യം വന്ന നാട്ടുകാർ അതോടെ വോട്ട് ചെയ്യാനെത്തി. അവർ സ്വയരക്ഷയ്ക്ക് ആയുധങ്ങളുമായിട്ടായിരുന്നു വോട്ട് ചെയ്യാനെത്തിയത്. ദളപതിയും വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്ത് പുറത്തു വന്ന ദളപതിയോട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഇപ്രാവശ്യമെങ്കിലും മാറ്റം വരുമോ എന്നയാളോട് ചോദിച്ചു. മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മളാണെന്ന് പറഞ്ഞ ദളപതി തന്റെ കയ്യിലെ വോട്ട് ചെയ്ത അടയാളം കാണിച്ചു. ആ ദൃശ്യത്തിൽ വിജയിയുടെ രാഷ്ട്രീയ പരസ്യം പോലെ നിർമ്മിച്ച ഈ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.